പലപ്പോഴും നാമും നമ്മുടെ മക്കളും പലയിടങ്ങളിൽ കാലിടറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലയിടങ്ങളിൽ മക്കൾ വിജയിച്ച് മുന്നേറുന്നതും നാം കണ്ടിട്ടുണ്ടാവും. നാം സന്തോഷിക്കും. അത് അവന്റെ അല്ലെങ്കിൽ അവളുടെ മാത്രം അധ്വാനവും പരിശ്രമങ്ങളും കൊണ്ടാണെന്ന് ആ മക്കൾ കരുതും. അതെ, ആ ഒരു തലം വരുന്നത് എങ്ങനെയാണ്? മാതാപിതാക്കളുടെ മുട്ടിപ്പായ പ്രാർത്ഥനയാണ്, ഉയർന്നു നിൽക്കുന്ന കൈകളാണ് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, അവരുടെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടാക്കുന്നത്. ഇന്ന് നാം വരുന്നത് മോശയുടെ കൈകളിലേക്കാണ്, മോശയുടെ ഉയർന്ന കൈകളിലേക്കാണ്, പഴയ നിയമഗ്രന്ഥങ്ങളിലേക്ക് നാം പോവുകയാണ്, പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക്. ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും വിശംസിച്ചായിരിക്കട്ടെ, ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മോശയുടെ കൈകളിലേക്ക് നമുക്ക് യാത്രയാവാം. കർത്താവിന്റെ വചനങ്ങൾ അനുസരിച്ച് ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദാന ദേശമായ കാനാൻ ദേശം ലക്ഷ്യമാക്കി വരുന്ന യാത്രകളിൽ ഒത്തിരി ക്ലേശങ്ങൾ ഇസ്രായേൽ ജനത അനുഭവിച്ചു എന്ന് നാം പുറപ്പാട് പുസ്തകത്തിലൂടെ നാം അനുഭവിച്ചറിഞ്ഞതാണ്. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് 2 മാസങ്ങളും 14 ദിവസങ്ങളും അതോടെ പിന്നിട്ടു. സത്യത്തിൽ ഇത്രയും ദിവസമൊന്നും വേണ്ട അവർക്ക് കാനാൻ ദേശത്തെത്താൻ എന്നുകൂടി അറിയുക. അത്രയധികം കിലോമീറ്ററുകൾ ഇല്ല എന്നറിയുക. ഈ ദുരിതങ്ങളുടെ ആഴങ്ങളെപ്പറ്റി ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ജനങ്ങളിൽ തന്നെ പല കാര്യങ്ങളിലും ഭിന്നതകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായിരുന്നെങ്കിലും കർത്താവിന്റെ സാന്നിധ്യത്തിലും മോശയുടെ മധ്യസ്ഥതയിലും ഐക്യപ്പെട്ടിരുന്നു. ഭിന്നതകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ജനം എത്രയുണ്ടാവണം? 1, 2, 3 ആയിരങ്ങളല്ല, 6,3550 യുദ്ധപ്രായമായ പുരുഷന്മാരെന്നാ പറയുക. മനസ്സിലാക്കുക, 20 വയസ്സിന് മുകളിലേക്കുള്ളവരെയാണ് യുദ്ധപ്രായം എന്ന് പറയുക. അതും ഓവർ ഏജ്ഡ് ആകുമ്പോൾ, ഒരു 10-70 വയസ്സാകുമ്പോൾ ആക്ച്വലി അവർക്ക് യുദ്ധം ചെയ്യാനാവില്ലായിരിക്കാം. അപ്പോൾ നാം ചിന്തിക്കേണ്ടതാണ്, 6,3550 പേര് BC 1446, ഈ 1446 എന്ന് പറയാം, 1269 എന്നൊക്കെ പറയാം. പക്ഷേ സംഖ്യാപുസ്തകം, പുറപ്പാടിന്റെ പുസ്തകത്തിലെ എല്ലാ കണക്കുകളും വരുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകങ്ങളിൽ എണ്ണം പറയുന്നുണ്ടെങ്കിലും വർഷം അവിടെ പറയുന്നില്ല, ഏത് കാലഘട്ടത്തിലാണെന്ന് പറയുന്നില്ല. ബൈബിൾ പണ്ഡിതന്മാർ ബൈബിൾ നിഘണ്ടുവിൽ കാലഘട്ടങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടുള്ള കണക്കുകൾ പ്രകാരം, കാര്യം ഒത്തിരി കണക്കുകൾ പല രാജാക്കന്മാരുടെയും കാലയളവ് വെച്ചുകൊണ്ട് കണക്കുകൾ നിരത്തി, അത് പ്രകാരം BC 1440-നും 41-നും ആണ് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടത്. അത് തന്നെ 1445 എന്ന് പറയുന്നുണ്ട്, 1446 എന്ന് പറയുന്നുണ്ട്, മറ്റ് പല കണക്കുകളുണ്ടെങ്കിലും നമുക്ക് ബൈബിൾ പണ്ഡിതർ പറയുന്നതിൽ വിശ്വസിക്കാം. BC 1440-41. നമ്മളും അതെടുക്കുകയാണ്. ആ കാലത്താണ് ഈ പ്രശ്നം. ഈ 6,3550 എന്ന് പറയുന്ന യുദ്ധപ്രായമായ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എത്രയുണ്ടാവും, കുട്ടികൾ എത്രയുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. ബൈബിൾ പണ്ഡിതർ പറയുന്നു 25 ലക്ഷം എന്ന്. പോട്ടെ, ഒരു 10-20 ലക്ഷം, അതും പോട്ടെ, 15 ലക്ഷം. 15 ലക്ഷം പേര് ഒരു പോയിന്റ് കടക്കണമെങ്കിൽ എത്രയധികം സമയമെടുക്കും? അവരുടെ ഭക്ഷണം, അവരുടെ താമസം, അതുപോലെ ഒത്തിരി കഠിന ക്ലേശങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഓരോ ഇടങ്ങളിലൂടെയും അവരോടൊപ്പം അവരുടെ കന്നുകാലികൾ, അവരുടെ വളർത്തുമൃഗങ്ങൾ, അങ്ങനെ എല്ലാം അവരോടൊപ്പം ഉണ്ട് എന്നറിയുക.
അപ്പോൾ ഒരു ചെറിയ വീട്ടിലുണ്ടാവുന്നു ഇണക്കങ്ങളും പിണക്കങ്ങളും. രണ്ടുപേര് മാത്രം ആകുമ്പോൾ പോലും ഇണക്കങ്ങൾ പിണക്കം ഉണ്ടാവുന്നു. അപ്പൊ ലക്ഷങ്ങളാകുമ്പോഴുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഇസ്രായേൽ ജനം മോസസിന്റെ, അതായത് മോശയുടെ നേതൃത്വത്തിൽ അവർ റഫീദിമിൽ എത്തി. എന്നാൽ അമലേക്യർ ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാനായി അവിടെ വരികയാണ്. അമലേക്യർ എന്ന് പറഞ്ഞത് ആരാണ്? ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കോബിന്റെ സഹോദരനായ ഏസാവിന്റെ വംശാവലിയിൽപ്പെട്ട ഒരു ഗോത്രമാണ് അമലേക്യർ എന്ന് പറയുന്നത്. സീനായ്ക്കും കാനാനും ഇടയിലുള്ള നെഗബായിരുന്നു അമലേക്യരുടെ പട്ടണവും. അവരെ നിശേഷമൊക്കെ ഇല്ലാതാക്കിയത് ദാവീദ് രാജാവാണ്. എങ്കിൽ തന്നെയും അതിലേക്ക് പോകുന്നില്ല. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധമൊക്കെ ചെയ്യിപ്പിക്കുന്നവരാണ്? ഈ വ്യക്തികളല്ല, അവർ ചിന്തകളല്ല, ദൈവം നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ യുദ്ധം അവിടെ നടക്കുന്നത്, വിശുദ്ധ ജനത്തിന് വേണ്ടി. അങ്ങനെ മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിക്കുകയാണ്. മോശ മലമുകളിലേക്ക് പോയി യുദ്ധത്തിന് അവരോടൊപ്പം ചേർന്ന് നിന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാനായി, അവരോട് ഹൃദയം കൊണ്ട് ചേർന്ന് ജീവിക്കാൻ, അവരോടൊപ്പമാകാൻ മോശയോടൊപ്പം കൂടെ പോയത് അഹ്റോൻ ഉണ്ടായിരുന്നു, ഹൂർ ഉണ്ടായിരുന്നു. ഇവര് 3 പേരും കൂടിയാണ് മുകളിലേക്ക് പോയത്. മോശ 2 കരങ്ങളും ഉയർത്തി പിടിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. മോശ കൈകൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനത ജയിച്ചു കൊണ്ടിരുന്നു. കാരണം കൈകൾ ഉയർത്തി പിടിച്ച് മോശയുടെ കൈകൾ കുഴഞ്ഞു. അതുമൂലം ഇടയ്ക്കിടെ കൈകൾ സാവധാനം താഴ്ന്നു. ആ സമയങ്ങളിൽ വിജയമെല്ലാം അമലോക്യർക്കായിരുന്നു, തോൽവി ഇസ്രായേലിയർക്കായിരുന്നു. മോശയുടെ കൈ കുഴഞ്ഞ് താഴാതിരിക്കാൻ ഒരു കല്ലിന്മേൽ മോശയെ ഇരുത്തി. ഹൂറും അഹ്റോനും 2 കൈകളും താങ്ങി ഇസ്രായേൽ ജനത അമലേക്യരുടെ മേൽ വിജയം കൈവരിച്ചു. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം. ഇവിടെയാണ് പ്രാർത്ഥനയുടെ അനിവാര്യത. ഇതാണ് പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. മോശയുടെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മെയും ഇതിനോടൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൾ കൊണ്ട് കൂടിയാകാം പലപ്പോഴും നാമും നമ്മുടെ മക്കളും പലയിടങ്ങളിലും വീണു പോകുന്നത്. മക്കൾ വിജയിച്ച് മുന്നേറുമ്പോൾ നാം സന്തോഷിക്കാറുണ്ട്. അത് അവന്റെ അല്ലെങ്കിൽ അവളുടെ മാത്രം അധ്വാനവും പരിശ്രമങ്ങളും കൊണ്ടാണെന്ന് ആ മക്കൾ കരുതും. ഇസ്രായേൽ ജനത്തിന്റെ വിജയത്തിനായി മോശ ഏത് നേരവും പ്രാർത്ഥനയിൽ ആയിരുന്നതുപോലെ തൻ്റെ മക്കൾക്ക് വേണ്ടി ഏത് നേരവും, അതായത് ജോലി സമയങ്ങളിലും പാചകത്തിലും യാത്രകളിലും ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനകളാണ് തങ്ങളെ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് ആ മക്കൾ മറക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ അമലോക്യരോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു അത്ഭുതകരമായ സംഭവം നാം കാണുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 17 അധ്യായം 8 മുതൽ 13 വരെ വാക്യങ്ങളിലാണ് അമലോക്യരായിട്ടുള്ള യുദ്ധം. കൈകൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചിരുന്നു. എന്നാൽ കൈകൾ തളർന്നു താഴ്ന്നപ്പോഴോ അമലോക്യർ ശക്തരായി. ഇത് വെറും കൈ ഉയർത്തലിന്റെ കഥയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. ജീവിതത്തെ വിജയത്തിന് ആവശ്യമായ വലിയ 3 സത്യങ്ങൾ ഈ കൈ ഉയർത്തൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് പ്രാർത്ഥനയാണ്. മോശയുടെ ഉയർന്ന കൈകൾ ദൈവത്തിലേക്കുള്ള ആശ്രയത്തെയും പ്രാർത്ഥനയെയും സൂചിപ്പിക്കുകയാണ്. ദൈവാനുഗ്രഹമില്ലാതെ യഥാർത്ഥ വിജയം പൂർണ്ണമാകില്ല എന്നാണ്. രണ്ടാമത്തത് പ്രവർത്തനം. മലമുകളിൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ ജോഷുവ താഴെ യുദ്ധം ചെയ്യുകയായിരുന്നു. പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നെങ്കിൽ വിജയം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ദ്യോതിപ്പിക്കുമാറ് യുദ്ധം മാത്രം ഉണ്ടായിരുന്നാലും വിജയം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയും കഠിനാധ്വാനവും
ഒരുമിച്ചപ്പോഴാണ് അവിടെ വിജയം, അമലോക്യർക്ക് എതിരെ വിജയമുണ്ടായത്. മൂന്നാമത്തെ പിന്തുണയാണ്. മോശയുടെ കൈകൾ തളർന്നപ്പോൾ, മോശ ഒറ്റയ്ക്കാണ് മുകളിലേക്ക് പോയത്, മലമുകളിലേക്ക് പോയതെങ്കിൽ അവിടെ കൈകൾ ഉയർത്താൻ ആരും ഉണ്ടാവില്ലായിരുന്നു. കൂറും അഹ്റോനും കൂടെ ഉള്ളത് കൊണ്ടാണ് കൈ തളർന്നപ്പോൾ അവനെ പാറയിലിരുത്തുകയും ഇരുവശത്തു നിന്നും കൈകൾ താങ്ങി പിടിച്ചത്. ഒരാളുടെ വിജയം പലപ്പോഴും അയാൾക്ക് ലഭിക്കുന്ന പിന്തുണയുടെ ഫലം കൂടെയാണ്. ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ മക്കൾ പഠനത്തിലും ജോലിയിലും ജീവിതത്തിലും മികവിലും വിജയിക്കണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. അതിന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നല്ല വിദ്യാഭ്യാസം, കൃത്യമായ മാർഗനിർദ്ദേശം, അച്ചടക്കം, സമയോചിതമായ തിരുത്തൽ, സ്നേഹം, പ്രോത്സാഹനം ഇവയെല്ലാം മാതാപിതാക്കൾ നൽകണം. മക്കളും ഓർക്കണം, മാതാപിതാക്കളുടെ പ്രാർത്ഥന വലിയ ശക്തിയാണെന്നും എന്നാൽ അതിനൊപ്പം സ്വന്തം അധ്വാനവും ആത്മാർത്ഥമായ ഉത്സാഹവും പഠനവും നല്ല സ്വഭാവവും ഉണ്ടായിരിക്കണമെന്ന്. ഒരു കുട്ടിയുടെ വിജയം ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. സ്വന്തം പരിശ്രമവും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കുടുംബത്തിന്റെയും പിന്തുണയും ചേർന്നുണ്ടാകുന്ന അനുഗ്രഹമാണ് ഓരോ വിജയവും. നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ മാതാപിതാക്കളും മോശയെ പോലെ പ്രവർത്തിക്കുന്നവരാകണം. ഓരോ മക്കളും ജോഷുവയെ പോലെ അധ്വാനിക്കുന്നവരാകണം. ഓരോ കുടുംബാംഗങ്ങളും അഹ്റോനെയും ഹൂറിനെയും പോലെ പരസ്പരം താങ്ങി നിർത്തണം. അപ്പോൾ വിജയം ഒരു സ്വപ്നമായി മാറില്ല, ദൈവാനുഗ്രഹത്താൽ യാഥാർത്ഥ്യമാണ്. ഇതുപോലുള്ള ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അതുപോലെ ഉള്ള ഒരു ഫാമിലി ഞങ്ങളുടെ റിലേറ്റീവ് ആണ്, ഞങ്ങൾക്ക് ക്ലോസ് ആയ കുടുംബ സുഹൃത്തുമാണ്. കഴിഞ്ഞ ദിവസം KRLCBC നടത്തിയ സംസ്ഥാനതല മതബോധന സ്കോളർഷിപ്പ് പരീക്ഷയിൽ 10ാം ക്ലാസ് തലത്തിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അഞ്ജലീന ജോർജ് ആലത്തറയ്ക്ക്. ഞങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണെന്ന് പറഞ്ഞിരുന്നു. അവരുടെ ആ കുഞ്ഞിന്റെ പപ്പയും മമ്മിയും അഞ്ജലീന ജോർജ് ഡോക്ടർ സീന ജോർജ് ടീച്ചറുടെയും ജോർജ് ആലത്തർ സാറിന്റെയും മോളാണ്. വാർഷിക പരീക്ഷ തുടങ്ങി, അതായത് കാറ്റഗിസത്തിന്റെ വാർഷിക പരീക്ഷ തുടങ്ങി, അതിന്റെ രൂപതാ സ്കോളർഷിപ്പ് പരീക്ഷ തുടങ്ങി, സംസ്ഥാന പരീക്ഷ. ഈ പരീക്ഷകളിലെല്ലാം മോളെ പരീക്ഷയ്ക്കായി ഒരുക്കുന്നതിനായി ഈ മമ്മി ലീവ് എടുത്ത് കൂടെ നിന്ന് പഠിപ്പിച്ചു. അതോടൊപ്പം മറ്റ് 2 പരീക്ഷകളും ഉണ്ടായിരുന്നു. തൻ്റെ സ്കൂൾ തലത്തിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ആ സ്കൂളിൽ ഫസ്റ്റ് ആകാനുള്ള, സെക്കൻഡായി പോയി ഫസ്റ്റ് ആകാനുള്ള തയ്യാറെടുപ്പായിരുന്നു അത്. അതുപോലെ മറ്റൊരു പരീക്ഷ. ഈ 2 പരീക്ഷയും തന്നോടൊപ്പം ഉള്ളപ്പോഴാണ് ഈ വാർഷിക പരീക്ഷയ്ക്കും അതോടൊപ്പം കൊച്ചി രൂപത നടത്തുന്ന സ്കോളർഷിപ്പിലും അതോടൊപ്പം സംസ്ഥാനതല KRLCBC നടത്തുന്ന സംസ്ഥാന തലത്തിലും പഠിച്ചുകൊണ്ടിരുന്നത്. ആ പരീക്ഷകൾക്കെല്ലാം ഡോക്ടർ സീന ടീച്ചർ മാതാവിനോടും ദൈവത്തോടും എല്ലാ വിശുദ്ധരോടും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു. മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ആ പരീക്ഷകളുടെ റിസൾട്ട് വരുന്നത് വരെ ഡോക്ടർ സീന ടീച്ചറുടെ കരങ്ങൾ താഴ്ന്നില്ല. ആഴ്ചയിൽ 2 ദിവസങ്ങൾ ഉപവാസങ്ങളോടെ ആയിരുന്നു മോശയെ പോലെ പ്രാർത്ഥനകളും. ജോഷുവയെ പോലെ അഞ്ജലീന യുദ്ധം ചെയ്തു. കഠിന പരിശ്രമത്തോടെ പഠിക്കുകയായിരുന്നു. പ്രാർത്ഥനയുമായി മമ്മി കൂടെ ചേർന്നുണ്ടായിരുന്നു. ഊണിലും ഉറക്കത്തിലും പഠനത്തിലും. അഹ്റോന്റെയും ഹൂറിന്റെയും സ്ഥാനത്ത് ജോർജ് സാറും ജോർജ് സാറിന്റെ അമ്മയും ചേച്ചിയും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അതെ, ഇസ്രായേൽ ജനം വിജയിച്ചു. അതെ, അഞ്ജലീന മോളും വിജയിച്ചു. സംസ്ഥാനതല സ്കോളർഷിപ്പ് പരീക്ഷയിൽ 1ാം റാങ്ക് ആയിരുന്നു. ജൂൺ 26ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഡോക്ടർ സീന ജോർജിന്റെ കൈ കുഴയാതെയുള്ള ശക്തമായ പ്രാർത്ഥനകളുടെ അനുഗ്രഹമാണ്, ആ കുടുംബത്തിന്റെ അനുഗ്രഹമാണ് ആ വലിയൊരു വിജയം. ഒരു സംസ്ഥാനത്തിലെ
ഒരു ഫസ്റ്റ് റാങ്ക് എന്ന വിജയം നേടിയെടുത്തത് ദൈവം നൽകിയത്. അതാണ് മക്കളെ, അതാണ് മാതാപിതാക്കളെ ഞാൻ പറയുന്നത്. നമ്മൾ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം കഠിന പ്രയത്നവും വേണം. കൂടാതെ പിന്തുണകളും. ഈ 3 കാര്യമുണ്ടെങ്കിൽ ഏതൊരു വിജയവും നമ്മളോടൊപ്പം ഉണ്ടാകും. അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല, അവരുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തിനും പ്രാർത്ഥനാ ജീവിതത്തിനും താങ്ങായി നിൽക്കുന്നവരാണ് മോശയ്ക്ക് ഇരിപ്പിടമായ സഭയാകുന്ന ഇരിപ്പിടവും. പ്രാർത്ഥനയാകുന്ന കരങ്ങളെ ഒരിക്കൽ പോലും താഴാതെ താങ്ങി നിർത്തിയ ഹൂറിനെയും അഹ്റോനെയും പോലെ നമ്മൾ കൊണ്ട് ഒത്തിരി കാറ്റക്കിസം അധ്യാപകർ, നമ്മുടെ ചേർത്ത് നിർത്തുന്ന അധ്യാപകർ, അമലേക്കർ എന്ന വിജാതീയ കൂട്ടത്തെ നമ്മുടെ മക്കളെ ആക്രമിക്കാനെത്തുന്ന സാത്താന്മാരുടെ പ്രതീകങ്ങളായി അവരെ കാണുക. ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്നറിയുക. ഇന്നത്തെ അനേക കുട്ടികൾ നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്താലും ഇന്നത്തെ തലമുറ കൊണ്ട് ശാപമായിക്കൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും മറ്റ് പല ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്താലും അടിമപ്പെടുന്ന നമ്മുടെ മക്കൾ, കുറ്റവാസനകളാൽ മോഷണം ചെയ്യുന്നവർ, കൊലപാതകങ്ങൾ ചെയ്യുന്നവർ, കൊട്ടേഷൻ സംഘങ്ങളിലുള്ളവർ, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർ, അസന്മാർഗിക ജീവിത രീതി പിന്തുടരുന്നവർ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ തുടങ്ങി അതിലൂടെയുള്ള ക്രിമിനൽ കുറ്റങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിഞ്ഞു അമ്മയെ തല്ലിക്കുന്നവനെ, നാം അറിഞ്ഞു അപ്പനെ തല്ലിക്കുന്നവനെ, നാം അറിഞ്ഞു ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നവരെ, കൊട്ടേഷൻ കൊടുത്തു കൊന്നവരെ, കാമുകനെ വെച്ച് കൊന്നവരെ, മക്കളെ ചുട്ടരിച്ചവരെ, മക്കളെ കടലിലെറിഞ്ഞവരെ, മക്കളെ കൊന്നു തിന്നവരെ സുഖത്തിന് വേണ്ടി അവർ പെരുകയാണ്. അവരെ ആ വഴിയിലേക്ക് നയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈശോയിലേക്കുള്ള വഴികാട്ടികൾ. വൈദികരും സന്യസ്തരും കാറ്റക്കിസം ടീച്ചേഴ്സും അതുപോലെ നന്മയിലൂടെ പോകുന്ന എല്ലാവരും ആ വഴികാട്ടികളാണ്. ഇസ്രായേൽ ജനങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും കുടുംബങ്ങളും വ്യക്തികളും തമ്മിൽ പരസ്പരമുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും ഭിന്നതകളും മറന്നാണ് അവർ പരസ്പരം ഐക്യപ്പെട്ടാണ് ശത്രുവിനെ ആക്രമിക്കാനായി യുദ്ധത്തിന് വന്നപ്പോൾ ഒറ്റക്കെട്ടായി അതിനെ കർത്താവിന്റെ സാന്നിധ്യത്തിലും ആത്മീയ നിറവിലും ശക്തി ആർജിച്ച് എതിർത്ത് പരാജയപ്പെടുത്തിയത്. വാഗ്ദാന ദേശമായ കാനാൻ ദേശത്തേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് യാത്രയായതും. അതുപോലെ നമ്മുടെ ശത്രു, പലരും പറയും എനിക്ക് ശത്രുവില്ല, ഞാൻ ശത്രുവിനെ സ്നേഹിക്കും എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ശത്രുവിനെ സ്നേഹിക്കാന്ന്. ക്രിസ്തു പോലും കൂടെ കൂട്ടിയില്ല യൂദാസിനെ, സാത്താനെ. തന്നെ പ്രലോഭിപ്പിക്കാമെന്ന സാത്താനെ വാ സഹോദര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ല. പിടിച്ചോ? ഇല്ല. ശത്രുവിനെ ശത്രുവായി തന്നെ കാണണം, ആ തലത്തിൽ തന്നെ വേണം. എന്തിനാണ് കുരിശ് വരയ്ക്കുമ്പോൾ പറയുന്നത് എൻ്റെ ശത്രുക്കളിൽ നിന്ന്? ആ ശത്രു വേറെ ശത്രുവാണ്, അത് പറഞ്ഞുതരാം. അപ്പോ ശത്രു എന്ന നാമം ഇവിടെയുണ്ട്. നാം ശത്രുക്കളെ ശത്രുക്കളായി തന്നെ കാണണം. അവരെ കെട്ടിപ്പിടിച്ച് നമ്മോട് ചേർത്ത് വെച്ചാൽ അത് നമ്മെ നശിപ്പിക്കുമെന്നറിയുക. നമ്മളുടെ നാശം കാണാൻ അവർ നമ്മോട് കൂട്ടുകൂടുന്നതെന്നറിയുക. സുഖിപ്പിക്കും, അവരെ ഒത്തിരി സന്തോഷിപ്പിക്കും. ആ സന്തോഷിപ്പിക്കുന്നതൊക്കെ നമ്മുടെ നാശത്തിനാണെന്ന് മനസ്സിലാക്കുക. അത് പല രൂപത്തിൽ വരാം എന്ന് ചിന്തിക്കുക. അത് സഹോദരനായി വരാം, സ്നേഹിതനായി വരാം, മറ്റ് പല രീതിയിൽ എത്താം. ഒരുപക്ഷെ ഒരു അഡ്വൈസറായി വരാം, അതുമല്ലെങ്കിൽ കാമുകനോ കാമുകിയായി വരാം. ചിന്തിക്കുക. അതെ, നമ്മെയും നമ്മുടെ മക്കളെയും ഒരുപോലെ കാർന്ന് തിന്നുന്ന തിന്മകളാണ് പലതും. ആ തിന്മകളെ ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തിയാൽ നിശേഷം പരാജയപ്പെടുത്തി
ഈശോ നമ്മൾക്കായി വാഗ്ദാനം ചെയ്ത വാഗ്ദാന ദേശം, സ്വർഗം, സ്വർഗത്തിലേക്കുള്ള പാതയിൽ നമ്മൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒത്തിരി കുട്ടികൾ പല അബദ്ധ സഞ്ചാരങ്ങളിലൂടെ എത്തപ്പെടുന്നത് ഡിപ്രഷനിലും ആത്മഹത്യയിലും മാനസിക രോഗ ആശുപത്രികളിലും അനാശാസ്യ പ്രവർത്തനങ്ങളിലും ആണ്. അവരെ ആത്മീയതയുടെയും നന്മയുടെയും ദൈവീകമായ തലങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രാർത്ഥനയാണ്. അവിടങ്ങളിൽ എത്താതിരിപ്പിക്കുന്നത് പ്രാർത്ഥന തന്നെയാണ് എന്നുകൂടി ചിന്തിക്കുക. പ്രാർത്ഥന നിരതമായ ജീവിതമാകണം ഓരോ ക്രൈസ്തവരുടെയും ഓരോ ജീവിതത്തിന്റെയും. ഇതിന് മാതൃകയാകേണ്ടവരാണ് ഓരോ കാറ്റക്കിസം ടീച്ചേഴ്സും. അവർ തീർച്ചയായും ജീവിതത്തിനും സമൂഹത്തിനും കുടുംബത്തിനും ഉത്തമ മാതൃകയാകണം. അത് സമൂഹത്തിന്റെ വഴികാട്ടികളാവണം. അവർ വഴി തെറ്റിയാൽ തീർന്നു. ആ സഭ മാത്രമല്ല, ആ ഇടവക മാത്രമല്ല, അടുത്ത തലമുറയും തൻ്റെ ടീച്ചർ ഇതാണെന്ന് പറഞ്ഞാൽ അതോടെ തീരുകയാണ്. അതോടുകൂടി അവന്റെ കാറ്റക്കിസം ജീവിതം തീരുകയാണ്. ഊണിലും ഉറക്കത്തിലും ജോലിയിലും വിശ്രമത്തിലും ചിന്തയിൽ പോലും ഏത് സമയങ്ങളിലും അനുനിമിഷം അവർ കാറ്റക്കിസം ടീച്ചേഴ്സ് തന്നെയാണ്. അതായത് അവർ 24 മണിക്കൂറും കാറ്റക്കിസം ടീച്ചേഴ്സ് ആണ്. ഒരു വൈദികനെ പോലെ, ഒരു സന്യസ്തരെ പോലെ അവരെന്നും കാറ്റക്കിസം ടീച്ചേഴ്സ് ആണ് എന്ന് പറയാം. ഒരു ഫ്രീനെസ് അവിടെ ഇല്ല, ഒരു ഒഴിവ് അവിടെ ഇല്ല. അവർക്ക് മോശമായി ചിന്തിക്കാനുള്ള ഒരു ഇടം പോലും, ഒരു സൂചി കുത്താനുള്ള ഇടം പോലും ഇല്ല എന്നറിയുക. നിങ്ങൾ അവരെയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് തുന്നിച്ചേർക്കുമ്പോൾ എന്ന് കൂടി അറിയുക. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അവർക്ക് സ്ഥാനം നൽകുമ്പോൾ, നിങ്ങളുടെ ഓരോ തലങ്ങളിലും അവർക്ക് സ്ഥാനം നൽകുമ്പോൾ, അവരെ സാത്താന്റെ പ്രലോഭനങ്ങളായ സമൂഹത്തിന്റെ ചാപല്യങ്ങളും വഴിവിട്ടവയും സോഷ്യൽ മീഡിയയുടെ പ്രലോഭനങ്ങളും മോശമായ കൂട്ടുകെട്ടുകളും അവിഹിതമായ പലതിലും ഉൾപ്പെടുന്നതിൽ നിന്നും ഒരു കറയും പുരളാതെ അങ്ങേ ഉള്ളം കൈയാൽ സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെങ്കിലേക്ക് മോശ കൈകൾ ഉയർത്തിയതുപോലെ നമ്മൾക്കും ഉയർത്താം. നമ്മൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൈ കുഴയാതിരിക്കാൻ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം അവർക്ക് എല്ലാം കൊടുക്കുമ്പോഴും, സ്നേഹം കൊടുക്കുമ്പോഴും, സമ്പത്ത് കൊടുക്കുമ്പോഴും, ആഹാരം കൊടുക്കുമ്പോഴും നാം പ്രാർത്ഥിക്കണം കൈ കുഴയാതിരിക്കാൻ. നമ്മുടെ മാത്രമല്ല അവരുടെയും പ്രാർത്ഥനയാകണം എപ്പോഴും. പ്രാർത്ഥന കാണിക്കുന്നതാവരുത്, ഒരു ഷോവിങ് ആവരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.